ഹേ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഞണ്ടുപാറ ഗുഹാക്ഷേത്രത്തിലോട്ടും അവിടുത്തെ വ്യൂ പോയിന്റിലോട്ടുമാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ അമ്പൂരിക്കടുത്തുള്ള കുട്ടമലയിലാണ് ഈ ഞണ്ടുപാറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടാത്ത സ്പോട്ടുകളിൽ ഒന്നായ ഈ സ്ഥലം സോഷ്യൽ മീഡിയ റീൽസുകൾ വഴിയാണ് പെട്ടെന്ന് ഹിറ്റായത്. ഞണ്ടിന്റെ വായോട് സാദൃശ്യമുള്ള ഗുഹാമുഖമായതിനാലാണ് ഈ സ്ഥലത്തിന് ഞണ്ടുപാറ എന്ന പേര് വന്നത്. 1 മണിക്കൂറോളം ട്രക്ക് ചെയ്ത് മാത്രമേ നമുക്ക് മുകളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ആൾക്കാർ ഇവിടെ ട്രക്കിങ്ങിനായി എത്തുന്നത്. പകൽ സമയത്ത് നല്ല ചൂടായതിനാൽ ട്രക്കിംഗ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് കയറുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേ ഇങ്ങനാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു പിന്നിലേക്ക് നോക്കുമ്പോൾ കാണാനുണ്ടായിരുന്നത്. ഈ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് മുകളിലേക്കുള്ള ട്രക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് കയറും തോറും വഴിയൊക്കെ വളരെ ദുഷ്കരമായി കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പാറകളൊക്കെ അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ്. അതുപോലെ തന്നെ മരത്തിൽ നിന്ന് വീഴുന്ന ഇലകളും മറ്റും കാരണവും നമ്മൾ സ്ലിപ്പായി വീഴാൻ സാധ്യത ഏറെയാണ്. വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ മാത്രമേ മുകളിലോട്ട് കയറാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ദേ ഗുഹാക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അയ്യപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതിനു പുറമെ മറ്റു ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിലായി ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയും അതിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഞണ്ടും ഉണ്ടെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. പണ്ടുകാലത്ത് കൊടും വേനലിൽ പ്രദേശം വരൾച്ചയിലാകുന്ന സമയത്ത് വിശ്വാസികൾ ഇവിടെ വന്ന് ഈ നീരുറവയിൽ നിന്ന് വെള്ളമെടുത്ത് പൊങ്കാലയിടുകയും അതേ തുടർന്ന് അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ കുറച്ചുനേരം സ്പെൻഡ് ചെയ്ത ശേഷം ഇനി നമ്മൾ പോകുന്നത് ഞണ്ടുപാറയിലെ വ്യൂ പോയിന്റിലോട്ടാണ്. ഇത്തരത്തിലുള്ള വഴികളിലൂടെ വേണം നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. ഇവിടമാകെ കരിയിലകളും വള്ളിപ്പടർപ്പുകളും ഒക്കെയാണ്. അവയൊക്കെ വകഞ്ഞു മാറ്റി വേണം നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. ആൻഡ് ഫൈനലി വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഈ വള്ളികളെല്ലാം വകഞ്ഞു മാറ്റി വേണം നമുക്ക് അവിടേക്ക് എത്താനായിട്ട്. അവിടെ ഓൾറെഡി വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് വ്യൂ പോയിന്റിൽ. അപ്പൊ ഞങ്ങളും ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. മുകളിലോട്ട് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീല് തന്നെയാണ്. ഞങ്ങൾ സത്യത്തിൽ ഗുഹാക്ഷേത്രത്തിനരികിൽ നിന്ന് തിരികെ പോയാലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷെ ഇവിടെ വരാതെ പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആകുമായിരുന്നു എന്ന് മുകളിലത്തെ കാഴ്ച കണ്ടപ്പോൾ മനസ്സിലായി. അവിടെ ഇരിക്കുന്ന 2 പേരെ കണ്ടോ? അവർ ഓസ്ട്രിയൻ കപ്പിൾസ് ആണ്. നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ്. ഈ കാണുന്നതാണ് മുകളിലത്തെ വ്യൂ. അപ്പോ എന്തുകൊണ്ടും നമ്മൾ വന്നത് നഷ്ടമായില്ലല്ലോ അല്ലേ? എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഒരു സൺസെറ്റ് ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിവിടം. മുന്നിൽ കണ്ണെത്താ ദൂരത്തോളം മലനിരകളും താഴ്വാരവും ഒക്കെ നീണ്ടു നിവർന്നങ്ങനെ കിടക്കുകയാണ്. അതിന്റെ മുകളിൽ അസ്തമിക്കാറായ സൂര്യനും ആകാശവും മൊത്തത്തിലൊരു അടിപൊളി വൈബ് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ വരുന്നത്. കണ്ടു നോക്കി എന്ത് അടിപൊളിയാണെന്ന്, എന്ത് ഭംഗിയാണെന്ന്. സത്യത്തിൽ ഞങ്ങൾക്കൊന്നും അറിയത്തു പോലും ഇല്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്ന്. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത എത്രയേറെ സ്ഥലങ്ങളാണുള്ളത്. അവയൊക്കെ തന്നെ എത്രയേറെ മനോഹരമാണെന്ന് ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വീക്കെൻഡിലെ ഒരു ഈവനിങ്ങിൽ നമുക്കൊരു ട്രക്കിങ്ങിന് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടം. നേരം വൈകുന്നതിന് മുൻപ് തിരിച്ചിറങ്ങേണ്ടതുണ്ട്. ഇരുട്ടായാൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായേക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.